ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ അമ്മേ, അവിടുത്തെ കാര്യങ്ങൾ എന്തായി? പൂജ അവസാനിപ്പിച്ചില്ലേ നീ? ഇല്ല. എല്ലാം അവസാനിപ്പിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടതല്ലേ? എന്നിട്ട് എന്തിനാ അതിന് മടിച്ചു നിൽക്കുന്നേ? ഇത്രയ്ക്ക് എത്തിയിട്ട് പൂജ മുടക്കുന്നത് തറവാട്ടിൽ എല്ലാവർക്കും പ്രശ്നോ? ആരുടെ തറവാട്? നിനക്ക് ആ തറവാടുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആവശ്യമില്ലാത്ത ബന്ധം കാണിക്കാൻ വേണ്ട. എനിക്ക് നിന്റെ ജീവനാ പ്രശ്നം. നവീൻ വിദേശത്തേക്ക് പോകാൻ വിളിച്ചതല്ലേ നിന്നെ? പോയിക്കൂടെ നിനക്ക്? രക്ഷപ്പെടാൻ കിട്ടിയ അവസരം എന്തിനാ പാഴാക്കുന്നേ? അമ്മേ, കാര്യങ്ങൾ ആലോചിക്കാതെ ഇങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. എനിക്ക് നിന്നെ കുറിച്ചല്ലാതെ മറ്റാരെയും കുറിച്ച് ആലോചിക്കാനില്ല. മറ്റാർക്കും നിന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം നിന്നെ. അമ്മേ, ഞാൻ കുറച്ചു കണ്ട് വിളിക്കാം. വേണ്ട, എനിക്കിതിന് മറുപടി കിട്ടിയേ പറ്റൂ. നവീനോടൊപ്പം വിദേശത്തേക്ക് പോവാൻ നീ തയ്യാറുണ്ടോ? മറ്റുള്ള ആളുകളോട് കാരുണ്യം കാണിക്കാൻ എന്നെ പഠിപ്പിച്ചത് അമ്മയാ. നന്ദിയും കടപ്പാടും എപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു തന്നതും അമ്മയാ. അതിന്റെ കൂട്ടത്തിൽ നന്ദികേട് പഠിപ്പിക്കാൻ മറന്നുപോയതാണോ? മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇനി എനിക്ക് മാത്രമായി രക്ഷപ്പെടാനൊന്നും കഴിയില്ലമ്മേ. എന്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന ജയിക്കുകയാണെങ്കിൽ ഈ കുടുംബം ഒന്നിച്ചായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്. അമ്മ എന്നോട് ക്ഷമിക്ക. മോളെ, മോളെ, നാഗദേവതകളെ, എന്റെ കുട്ടികളുടെ ജീവന് ഒരാപത്തും ഉണ്ടാവരുത്. അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി സ്വയം ഹോമിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ ജീവൻ എടുത്തോളൂ. പകരം എന്റെ കുഞ്ഞുങ്ങളെ വിട്ടുതരണം. അനുഭവിച്ചും കണ്ടും ജീവിതം മതിയായതാണ് അടിയന്. ഒരു നിവേദ്യമായിട്ട് അടിയന്റെ ജീവൻ സ്വീകരിച്ചാലും